ഹലോ നമസ്കാരം, ആർടി മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ പതിപോലെ സംസാരിക്കുന്ന LPST റാങ്ക് ലിസ്റ്റിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൻ്റെ സാധ്യതകൾ നമ്മൾ സംസാരിച്ചിരുന്നു. അതിലൊരു ഏറ്റവും മോശം അവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ മലപ്പുറത്ത് എത്ര അഡ്വൈസ് ഉണ്ടാവും എന്നുള്ളൊരു സാധ്യത ഞാൻ പറഞ്ഞിരുന്നു. പലർക്കും റാങ്ക് കുറവുള്ളവർക്ക് കുറച്ച് വിഷമമായി തോന്നുന്നു. പക്ഷേ സാധ്യതകളാണ്. ഓരോ വർഷത്തെയും നിയമന നില പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആദ്യത്തെ അഡ്വൈസ് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത 2-3 വർഷത്തെ അഡ്വൈസ് നില ഇങ്ങനെയാണ് പോയത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധ്യത മലപ്പുറത്തും വന്നുകൂടെ എന്നുള്ളൊരു സാധ്യത വെച്ചിട്ടാണ് അത് പറഞ്ഞത്. കുറേ ഡിവിഷൻ ഫാളിൻ്റെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പലരും പറഞ്ഞിരുന്നു. ഇപ്പം മലപ്പുറത്തിൻ്റെ സാധ്യത ഞാൻ ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. കൂടുതൽ വരാൻ തന്നെയാണ് ചാൻസ്. പക്ഷേ ഇങ്ങനെ വരികയാണെങ്കിൽ ആദ്യത്തെ അഡ്വൈസ് ഒരു 746 കാരണം ഉണ്ടായ ഒരു സാധ്യതയാണ് ഞാനത് പറഞ്ഞതെന്ന് ഞാൻ വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഓരോ അഡ്വൈസ് വരുമ്പോഴും കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ആ സമയത്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റൊരു ജില്ലയെക്കുറിച്ചാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിരുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ സാധ്യതകൾ പറയണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ റാങ്ക് ലിസ്റ്റ് സാധ്യതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എറണാകുളത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള നിയമനങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. നമുക്ക് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മുന്നത്തെ ലിസ്റ്റിൽ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത് 2012 സ്റ്റാർട്ട് ചെയ്ത ലിസ്റ്റിൽ 280 അഡ്വൈസ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് 2015 സ്റ്റാർട്ട് ചെയ്ത ഡിസ്ട്രിക്റ്റിലെ 2018 473 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ 2022 284. അപ്പോൾ 280, 473, 284 ആ റേഞ്ചാണ് എറണാകുളത്ത് നമ്മൾ കാണുന്നത്. ഞാനും ലിസ്റ്റ് 10 പേരാണ് ടോട്ടൽ ഉള്ളത് ലിസ്റ്റിലുള്ളത്. അതിൽ മെയിൻ ലിസ്റ്റിൽ 274 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 246 പേര്, അങ്ങനെ ടോട്ടൽ 520 പേരാണ്. മുൻ ലിസ്റ്റിൽ അത് 692 പേരായിരുന്നു. കുറവ് ഒരു 172 പേരുടെ കുറവുണ്ട്. 172 പേര് ഈ ലിസ്റ്റിൽ കുറവാണ് വന്നിരിക്കുന്നത്. അതിൽ ഓരോ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ജനറൽ 44 പേരുണ്ട്, ഓപ്പൺ കോമ്പറ്റീഷനിൽ 44 പേരുണ്ട്, EWS മെയിൻ ലിസ്റ്റിൽ 23 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 28 പേര്, അങ്ങനെ ടോട്ടൽ 51 പേരുണ്ട്. EBT 76 പേര് മെയിൻ ലിസ്റ്റിൽ, 57 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, അങ്ങനെ ടോട്ടൽ 133 പേരുണ്ട്. OBC കാറ്റഗറി നോക്കുകയാണെങ്കിൽ മുസ്ലിം 68 പേര് മെയിൻ ലിസ്റ്റിൽ, 55 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, അങ്ങനെ 123 പേര്. OBC 9 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, 14 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട്, അങ്ങനെ ടോട്ടൽ 23 പേര്. SC 6 പേരാണ് മെയിൻ ലിസ്റ്റിലുള്ളത്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 36 പേര്, അങ്ങനെ ടോട്ടൽ 42 പേരുണ്ട്. ST മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 7 പേരുണ്ട്, 7 പേര് ടോട്ടൽ 7, അങ്ങനെ ടോട്ടൽ 7 പേര്. ഇതിൽ EWS കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്ന ജില്ലയാണ്. 23 പേര് മെയിൻ ലിസ്റ്റിലുള്ളൂ, അതുകൊണ്ട് തന്നെ കുറച്ച് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 21 പേര് മെയിൻ ലിസ്റ്റിലുണ്ട്, 14 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, അങ്ങനെ ടോട്ടൽ 35 പേര്. അതുകൊണ്ട് തന്നെ LC കുറച്ച് എണ്ണം കൂടുതലാണ്. വലിയൊരു ബെനിഫിറ്റ് സാധാരണ ഇതിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. SIC നാടാർ മെയിൻ ലിസ്റ്റിൽ ആരുമില്ല, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 5 പേര്, അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിൽ ആരും ഇല്ലാത്ത ലിസ്റ്റാണ് SIC നാടാർ. ഹിന്ദു നാടാർ ഒരാൾ മെയിൻ ലിസ്റ്റിൽ, ഒരാൾ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, 2 പേരാണുള്ളത്. അത് നല്ല സാധ്യതയുള്ള കാറ്റഗറിയാണ്. വിശ്വകർമ്മ 19 പേരുണ്ട്, 14 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളൂ, ടോട്ടൽ 33. വിശ്വകർമ്മയ്ക്ക് മെയിൻ ലിസ്റ്റിലുള്ളവർക്ക് തന്നെ സാധ്യത വരുമ്പോൾ കാണാം, വലിയൊരു എണ്ണം കൂടുതലുള്ളതുകൊണ്ട് സാധ്യത കുറവാണ്. ധീവര 3 പേര് മെയിൻ ലിസ്റ്റിൽ, 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ, അങ്ങനെ ടോട്ടൽ 8 പേര്. SCCC ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടർ ക്രിസ്ത്യൻ 4 പേര് മെയിൻ ലിസ്റ്റിലും, 5 പേര് സപ്ലിമെൻ്ററി ലിസ്റ്റിലും, അങ്ങനെ 9 പേര്. DA കാറ്റഗറി ഡിഫറെൻ്റ് ഏബിൾഡ് കാറ്റഗറി 5 പേരുണ്ട്, അങ്ങനെ മെയിൻ ലിസ്റ്റിൽ 274 പേര്, സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 246 പേര്. ഇതാണ് എറണാകുളം ലിസ്റ്റിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ലിസ്റ്റ്. മുന്നത്തെ ലിസ്റ്റിലാണെങ്കിൽ 692 പേരുണ്ടായിരുന്നു, ഒരു 172 പേരുടെ കുറവ് ഈ ലിസ്റ്റിൽ നിന്നെല്ലാം കാണുന്നുണ്ട്. ഇതാണ് ലിസ്റ്റിൻ്റെ കാറ്റഗറി പറയുന്നത്. ഇനി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുള്ള നിയമന നില ഞാൻ പറഞ്ഞു, 284 പേരായിരുന്നു കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് നിയമനം നടന്നത് ഞാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഏതൊക്കെ ലെവലിലാണ് ഓപ്പൺ കാറ്റഗറി 239 റാങ്ക് വരെ പോയിട്ടുണ്ട്, ഈഴവ 244, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 14 വരെ, ST എല്ലാവരും എടുത്തു, സപ്ലിമെൻ്ററി ലിസ്റ്റ് 5 എല്ലാവരും എടുത്തു, മുസ്ലിം 283, LC ഓർ ആംഗ്ലോ ഇന്ത്യൻ മുസ്ലിം ഇത്തവണ കുറച്ച് കൂടുതലാണ്, അപ്പോൾ അവിടെ ഇത്രയും സാധ്യതയില്ല ഈ ലിസ്റ്റിൽ. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 235, OBC 240, വിശ്വകർമ്മ 287, SIC നാടാർ 269, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യൻ 231, ധീവര 289. ഇങ്ങനെ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ സാധ്യത. അതിൽ ലാസ്റ്റ് അഡ്വൈസ് വരുന്നത് 26/5/25 13 വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൽ 19/5 വരെയുള്ള മെയ് 19 വരെയുള്ള വേക്കൻസി ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്
അതിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് 13 വേക്കൻസി മെയ് 19 വരെയുള്ള വേക്കൻസികളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിന് ആദ്യത്തെ അഡ്വൈസ് പോയിരുന്നത് 4/7/2022, അതായത് ജൂലൈ 4-ലാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ജൂൺ കഴിയാനായി, ജൂലൈ ഒക്കെ വരേണ്ട സമയമായി. ജൂലൈയിലേക്ക് വരും. അതിന് എല്ലാ ജില്ലയിലും അതിൻ്റെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് അനൗദ്യോഗികമായിട്ട് അറിഞ്ഞ കാര്യം. എല്ലാ ജില്ലയിലും തുടങ്ങി. പത്തനംതിട്ട ഫസ്റ്റ് അഡ്വൈസ് അയച്ചു, പക്ഷേ അത് DA വേക്കൻസിയാണ്, ഡിഫറെൻ്റ് ലേബിളിലെ വേക്കൻസിയാണ് ഫില്ല് ചെയ്തതെന്നേ ഉള്ളൂ. ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിലെല്ലാം പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മെയ് 31 റിട്ടയർമെൻറ്റിന് ശേഷമുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്തെല്ലാം വരുമായിരിക്കും. അതിൽ ഫസ്റ്റ് അഡ്വൈസിൽ വരുമായിരിക്കും. ഇനി കഴിഞ്ഞ ലിസ്റ്റിൻ്റെ നിയമന നില, ഓരോ വർഷത്തെയും നിയമന നിലയാണ് ഞാൻ പരിശോധിക്കുന്നത്. ആദ്യ വർഷം ഫസ്റ്റ് അഡ്വൈസിന് ഞാൻ മെയ്യിൽ അവസാനമാണല്ലോ ലിസ്റ്റ് വന്നത്. അപ്പോൾ മെയ് ടു അടുത്ത മെയ് വരെയുള്ള അതാണ് ഒരു വർഷമായിട്ട് പരിഗണിക്കുന്നത്. ആ വർഷത്തിൽ ആദ്യത്തെ വർഷത്തിൽ 82 അഡ്വൈസാണ് പോയിരിക്കുന്നത്. അതിൽ 3 NJD ഉണ്ടായിരുന്നു. അതായത് 4/7 ജൂലൈ 4 ഫസ്റ്റ് അഡ്വൈസിൽ 13 പേരാണ് അഡ്വൈസ് ചെയ്തത്. പിന്നെ ഓഗസ്റ്റിൽ 39 പേര്. പിന്നീട് അങ്ങ് ജനുവരിയിൽ ഒരു NJD, ഈ ആദ്യത്തെ പോയതിൽ NJD 1 ഉണ്ടായിരുന്നു, ഫെബ്രുവരിയിൽ 2, അങ്ങനെ 3 NJD ഉണ്ടായിരുന്നു. അത് ജനുവരിയിലും ഫെബ്രുവരിയിലായിട്ട് അഡ്വൈസ് ചെയ്തു. പിന്നെ ഏപ്രിൽ 2 ആൾ, ഏപ്രിൽ 25 പേര്, മെയ്യിൽ 2 പേര്, അങ്ങനെ 82 പേര്, 82 അഡ്വൈസാണ് ആദ്യ വർഷം പോയത്. രണ്ടാമത്തെ വർഷം അങ്ങ് കുറച്ചുകൂടി 105 പേരുടെ അഡ്വൈസ് പോയി. 105 പേര്, അതിൽ 2 NJD ഉണ്ടായിരുന്നു, അങ്ങനെ 105 പേര്. മൂന്നാമത്തെ വർഷം 97. ഇങ്ങനെയാണ് നിയമന നില പോയത്. അപ്പോൾ ഈ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് മനസ്സിലാവും. അതായത് 2023 സെപ്റ്റംബറിൽ ഇത് നിയമനം നടക്കുന്ന മാസങ്ങൾ ഏതാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ലിസ്റ്റ് വന്ന സ്ഥിതിക്ക് ജൂലൈയിലൊക്കെ നടക്കും. പിന്നീട് അങ്ങോട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് മെയിനായിട്ട്. ഒക്ടോബർ ആദ്യത്തിലേക്ക് നീങ്ങാം. അങ്ങനെയാണ് വന്നത്. പിന്നെ അടുത്ത അഡ്വൈസ് വരുന്നത് ജനുവരി ഫെബ്രുവരി റേഞ്ചിലാണ്. പിന്നെ ഏപ്രിൽ മെയിലും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അഡ്വൈസ് നടക്കുന്നത്. ഏതാണ്ട് ഈ ലിസ്റ്റിൽ നിന്നൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. മെയിനായിട്ട് നടക്കുന്നത് ഏപ്രിൽ മെയിലെ നിയമനങ്ങളിലാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ഫെബ്രുവരി, ഏപ്രിൽ, മാർച്ച് ആ റേഞ്ചിലുള്ള ഇതിലാണ് കൂടുതലായിട്ട് നിയമനങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ആ റേഞ്ചിലുള്ള ആ സമയത്താണ് കൂടുതലായിട്ട് നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. ഇതാണ് ഇതുള്ളത്. ഈ ലിസ്റ്റിൽ നിന്ന് 7 DA വേക്കൻസി അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ലിസ്റ്റിലുള്ള DA 5 പേരേ ഉള്ളൂ. അതും DA വേക്കൻസിയുടെ കാറ്റഗറി വെച്ചിട്ട് ആദ്യം തന്നെ അവരെ ആയിരിക്കും നിയമിക്കുക. 7 DA വേക്കൻസി അൺഫിൽഡായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ SCയുടെ വേക്കൻസി ഒരു STയുടെ വേക്കൻസി SC എടുത്തതുകൊണ്ട് അതും റൊട്ടേഷൻ വൈസ് ആദ്യം എടുക്കും എന്ന് മാത്രം. അത് കാറ്റഗറി മൊത്തത്തിൽ എടുത്തിട്ടല്ല വരിക, ഓരോ ടേണിലുള്ള എടുത്തതിന് ശേഷം അങ്ങനെ വരും. SC എടുക്കില്ല എന്നല്ല പറയുന്നത്, ഓരോ ടേണിൽ STയുടെ ടേണിൽ ഏതാണോ കൺവേർട്ട് ചെയ്ത് ആ ടേൺ എത്തുമ്പോൾ അത് തിരിച്ച് STക്ക് കൊടുക്കും. അങ്ങനെയാണ് നിയമനം വരിക. ഞാനിപ്പോൾ കണക്കാക്കി എറണാകുളത്തെ കാറ്റഗറി നോക്കും. എറണാകുളത്തെ അവസ്ഥ നോക്കുമ്പോൾ ഏതാണ്ട് ഇതേ റേഞ്ച് തന്നെ, 284 റേഞ്ച് തന്നെയാണ് ഉണ്ടാവുക. കുറച്ച് കൂടിക്കഴിഞ്ഞാൽ കൂടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 200 സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ 473 ഒക്കെ നടന്ന വർഷമുണ്ട് 2018 ലിസ്റ്റിൽ. അതിന് കാരണം കൊറോണ കാലമായിരുന്നു. ആ സമയത്ത് നിയമനങ്ങൾ ആദ്യകാലത്തൊക്കെ നിയമനങ്ങൾ നടന്നിരുന്നു. 2018 വന്ന് 2022 വരെ അത്യാവശ്യം നിയമനങ്ങൾ അന്ന് നടന്നിരുന്നു. പിന്നീട് അങ്ങോട്ട് കുറഞ്ഞു. ചിലപ്പോൾ കുറച്ചുകൂടി കൂടാം. എങ്കിലും ഞാനൊരു ഏറ്റവും ലീസ്റ്റ് പോസിബിലിറ്റി മാത്രമേ ഇപ്പോൾ പരിഗണിക്കുന്നുള്ളൂ. 280 കഴിഞ്ഞ തവണത്തെ ലിസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആദ്യം എഴിഞ്ഞ് നീങ്ങിയ ഒരു നിയമന നിലയാണ് എറണാകുളത്ത് കണ്ടത്. കാരണം 82, 105, 97 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ റേഞ്ചാണ്. ഒരു 300 വരെയൊക്കെ മാക്സിമം പോകുന്ന റേഞ്ചാണ് ഇത്തവണയും കാണുന്നത്. ഞാനൊരു 284 തന്നെ പരിഗണിക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 284 തന്നെ പരിഗണിച്ച് കഴിഞ്ഞാൽ എത്ര വരും? എറണാകുളത്തിൻ്റെ ഒറ്റ സാധ്യത 284 അഡ്വൈസ് വന്നു കഴിഞ്ഞാലുള്ള സാധ്യതകളാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. 284 അഡ്വൈസ് വന്നു കഴിഞ്ഞാൽ ഓപ്പൺ കാറ്റഗറി 236 വരെ പോവും. ഈഴവ 243. EWS ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധ്യതകൾ ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 13 വരെ ഇത്രയും നിയമനം നടന്ന EWSൽ കയറിപ്പോവും. SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 24, ST എല്ലാവരെയും, ST 5 വരെയുള്ളൂ. അത് റൊട്ടേഷൻ വെച്ച് വരുമ്പോൾ ST എല്ലാവരും കയറും. മുസ്ലിം 240, അതാണ് മുസ്ലിമിൻ്റെ എണ്ണം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് വലിയ ബെനിഫിറ്റ് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത്. LC ഓർ ആംഗ്ലോ ഇന്ത്യൻ 241, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, വിശ്വകർമ്മ 260, SIC നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, ഹിന്ദു നാടാർ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1. 140 ആകുമ്പോഴേക്ക് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് 1, എല്ലാവരും ആയി. സപ്ലിമെൻ്ററി 2 പേരേ ഉള്ളൂ. ഇന്ന് മെയിൻ ലിസ്റ്റിലുള്ള ഒരാളും സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള ഒരാളും. അതായത് 40 അഡ്വൈസ് വരുമ്പോഴേക്കും ആദ്യത്തെ ആൾ കയറും. അടുത്തത് 140 ആകുമ്പോഴേക്ക് തന്നെ രണ്ടാമത്തെ ആളും കയറും. അങ്ങനെ ഹിന്ദു നാടാണ് നല്ല സാധ്യതയുള്ള 2 പേരെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. 140 അഡ്വൈസൊക്കെ വരുമ്പോഴേക്ക് തന്നെ അവർ 2 പേരും കയറിപ്പോവും. പിന്നെ SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ്, ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്ടഡ് ലിസ്റ്റ് സപ്ലിമെൻ്ററി ലിസ്റ്റ് 1 വരെ, ധീവര 200 വരെ
ഇവരെ അങ്ങനെ വരുന്നുള്ളൂ. പിന്നെ അടുത്ത റൊട്ടേഷൻ വരുമ്പോഴേക്ക് കൂടുതൽ നല്ല നിയമനം വരണം. അത് NJD വരികയാണെങ്കിൽ നല്ല കുറേ പുറകിലുള്ള ആളും കൂടി പോകും. ഇങ്ങനെയാണ് എറണാകുളത്തിൻ്റെ ഒരു അഡ്വൈസ് നില ഞാൻ കാണുന്നത്. 284 ഒരു 300 വരെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോകും. പിന്നെ ഇതിൽ കാറ്റഗറി നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയാത്തത് NJD വരുമ്പോൾ ഏതെങ്കിലും കാറ്റഗറിയിൽ നോൺ ജോയിനിങ് വന്നു കഴിഞ്ഞാൽ ആ കാറ്റഗറിയിലുള്ള ആൾ താഴെ നിന്ന് പോകുന്നുള്ളതാണ് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് എറണാകുളത്ത് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നിയമനം നടക്കുന്നതാണ്. ഇനി ഡിവിഷൻ ഫാൾട്ടിയും മറ്റ് പ്രശ്നങ്ങളോ കൂടുതലായിട്ടൊന്നും ബാധിച്ചില്ലെങ്കിൽ ഇതേ നിയമന നില തന്നെ തുടരും. അടുത്ത 3 വർഷം റിട്ടയർമെൻറ്റുകൾ കുറേ വരാനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കുറച്ചുകൂടി കൂടുക എന്നല്ലാതെ ഇതിൽ നിന്ന് കുറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇത്ര മാത്രമേ പറയുള്ളൂ. ഇനി മറ്റൊരു ജില്ലയുടെ അനലൈസുമായിട്ട് തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ ഞാൻ വരാൻ ശ്രമിക്കാം. ഇത് പരമാവധി ആളുകൾക്ക് ഈ ഡാറ്റ ആവശ്യമുള്ളവർക്ക് പരമാവധി ആളുകൾക്ക് എത്തിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സമയത്തിനനുസരിച്ച് ഞാൻ പരമാവധി മറുപടി പറയാൻ ശ്രമിക്കാം. ഇത് മറ്റുള്ളവരെ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡാറ്റ ഓരോ അപ്ഡേറ്റും നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.